നമസ്കാരം. NainaCreations നിന്ന് ഉരുളക്കിഴങ്ങും പയറും വെച്ചിട്ടുള്ള എളുപ്പത്തിലും വേഗത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് കാണിക്കുന്നത്. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും മുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ 150 ഗ്രാം ഉരുളക്കിഴങ്ങും 100 ഗ്രാം പയറുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കടുകും മുളകൊക്കെ പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് പയറിട്ട് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇലയും പയറും ചേർത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം. അതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇതേപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ കളറ് മാറില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിനൊരു ചെറുതായിട്ട് ഒരു ഡാർക്ക് കളറായിട്ട് മാറും. ഉരുളക്കിഴങ്ങും നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതൊട്ടും വെള്ളം ഒഴിക്കാണ്ട് ഇതേപോലെ മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ കുറച്ച് സമയം എടുത്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു സൈഡ് ഡിഷാണത്. ചോറിൻ്റെ കൂടെയും കഞ്ഞി, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഇത് ഉണ്ടാക്കാൻ അധികം സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല, വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അടപ്പൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം ഒട്ടും ഒഴിക്കാത്ത കാരണം നമ്മൾ ഇനിയിപ്പോൾ വേഗം വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുത്താലും മതി. അപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഇത് ഉരുളക്കിഴങ്ങും പയറും അധികം സമയമൊന്നും വേണ്ട വേവാൻ. വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇത് ഒരു 5-10 മിനിറ്റിൽ തന്നെ വെന്ത് കിട്ടും. ഇതാ നല്ലൊരു അടിപൊളി ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നല്ലൊരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അതിന് ശേഷം ഇത് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക മണമാണ് ഈ ഡിഷിന്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെല്ലൈക്കണും ഓളെന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.